തൊഴിലുറപ്പ് പദ്ധതി ചരിത്രത്തിന്റെ ഭാഗമാകുമോ? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചില്ലായിരുന്നു എങ്കില് ഇപ്പോഴും ഒരു പക്ഷേ ഇന്ത്യ കൊളോണിയൽ ഭരണത്തിന് കീഴിൽ തന്നെ കഴിയുമായിരുന്നു. അങ്ങനെ അഹോരാത്രം പാടുപെട്ട് എന്ന് പറയുമ്പോൾ ജയിലിൽ കിടന്നും തല്ലുകൊണ്ടും മറ്റതുപോലുള്ള എല്ലാ തരം ബ്രിട്ടീഷുകാരുടെ ക്രൂര വിനോദങ്ങൾക്കും വിധേയരാകേണ്ടി വന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ കൂട്ടത്തിലായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും ഒക്കെ. അങ്ങനെയുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെ മാത്രം ഇങ്ങ് മാറ്റിയെടുത്ത് ചേർത്ത് പിടിച്ചു. ബാക്കി നേതാക്കന്മാരൊക്കെ കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരാണല്ലോ അവരൊക്കെ. അത് മഹാത്മാഗാന്ധി അടക്കമുള്ളവരെ തള്ളിപ്പറഞ്ഞ RSSകാരുടെ ഒരു അജണ്ടയുടെ ഒരു അടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കാണാൻ പോകുന്നത്. മഹാത്മാഗാന്ധിയെ പോലും തള്ളിപ്പറയുന്നു. അതായത് സർദാർ വല്ലഭായ് പട്ടേലിനെ ചേർത്ത് പിടിച്ചു. ലോകത്തെ ഏറ്റവും പൊക്കമുള്ള ഏറ്റവും ചെലവേറിയ സ്റ്റാച്യു അദ്ദേഹത്തിൻ്റെത് നിർമ്മിക്കാൻ, നർമ്മദാ തീരത്ത് നിർമ്മിക്കാൻ ഗവൺമെന്റിന് സന്തോഷമായിരുന്നു, BJP ഗവൺമെന്റിന്. പക്ഷേ നെഹ്റുവിന്റെ പേരുള്ളത് നെഹ്റു മ്യൂസിയം, നെഹ്റുവിന്റെ പിതൃസ്വത്ത് കൊണ്ടാണ് നെഹ്റു മ്യൂസിയം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ നെഹ്റു മ്യൂസിയം പോലും പേര് മാറ്റി. പോകട്ടെ, ഇനി മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്തായിരുന്നു? 2 വസ്ത്രമുള്ളവൻ ഒന്നുമില്ലാത്തവന് ഒന്നെടുത്തു കൊടുക്കുക എന്ന് പറയുന്ന അത്ര ലാളിത്യത്തിലും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലിലും വിശ്വസിച്ചിരുന്ന, പ്രാവർത്തികമാക്കിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ രാഷ്ട്രശില്പി മാത്രവുമല്ല, നമ്മുടെ സ്വാതന്ത്ര്യ ശില്പി എന്ന് വരെ. അദ്ദേഹത്തിന്റെ നോൺ കോഓപ്പറേറ്റീവ് മൂവ്മെന്റും പോലെയുള്ള സഹന സമര മുറകൾ എടുത്തുപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ എത്രയോ ആയിരങ്ങളെ കുരുതി കൊടുത്തിട്ട് വേണമായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ. എങ്കിൽ പോലും നാം രക്ഷപ്പെടണം, സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നില്ല. കാരണം അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ശക്തി മീൻസ് എല്ലാ തരത്തിലും, സാമ്പത്തികമായിട്ട് അതുപോലെ പ്രതിരോധത്തില് എല്ലാത്തിലും ഏറ്റവും വലിയ ശക്തിയായിരുന്നു ആ കാലഘട്ടത്തില് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി അനുഭവിച്ച ക്ലേശങ്ങൾ, നടന്നു കയറിയ ഇരുട്ടുവഴികൾ, അടികൊണ്ട് കിടന്ന് തളർന്ന എത്രയോ കാലം തുടർച്ചയായിട്ട് ജയിൽവാസം അനുഭവിച്ച നേതാക്കന്മാരൊക്കെയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിനെ ആർക്കാ മറക്കാൻ പറ്റുക? ആർക്കാണ് തള്ളിക്കളയണമെന്ന് തോന്നുക? അങ്ങനെ തോന്നുന്നെങ്കിൽ അവരല്ലേ ഈ രാജ്യവിരുദ്ധരെതിരായി സംസാരിക്കുന്നവര്. അപ്പൊ അങ്ങനെ ഉള്ള ആഗ്രഹം, അതായത് കോൺഗ്രസിനെ വേരോടെ ഇല്ലാതെയാക്കുക, അതിന്റെ ഒരു ഭസ്മം പോലും ഇന്ത്യയിൽ ഇല്ലാതെയാക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിക്കാരാണ് BJPക്കാരെന്ന് ഇപ്പൊ തോന്നിപ്പോവുകയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നത്, റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം എന്ന ആ സ്കീമിന്റെ പേര് പോലും വെട്ടിമാറ്റി പുതിയൊരു പേര് കൊണ്ടുവരുന്നു. അപ്പം ഇങ്ങനെ ഒരു പുതിയ പേര് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓർക്കണം, എന്തിനാണ് നമുക്ക് MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അത് എന്തിനാണ് കൊണ്ടുവന്നത്? ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതെയാക്കാനാണ്, അസമത്വം ഇല്ലാതെയാക്കുക ആണ് ലക്ഷ്യമെങ്കിൽ പോലും, ആത്യന്തിക ലക്ഷ്യമെങ്കിൽ പോലും അന്ന്, അതായത് 2005 ഈ നിയമം, ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമ്പോൾ ഒരു ആക്ട് വഴി അത് നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് ഇക്വാളിറ്റി എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പൊ 2005 അതിദാരിദ്ര്യമൊക്കെ ഇല്ലാതെയാക്കുക. അങ്ങനെ അതിന് ഒരു പ്രത്യേക കാരണം ഉണ്ടെന്ന് ഓർക്കണം. ഈ മില്ലേനിയത്തിന്റെ തുടക്കത്തിലെ നമ്മുടെ അന്തർദേശീയ, അതായത് യുണൈറ്റഡ് നേഷൻസും ഒക്കെ ചേർന്ന് എടുത്ത ഒരു തീരുമാനമുണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 2030 ആകുമ്പോഴേക്കും നേടേണ്ട ലക്ഷ്യങ്ങൾ, മില്ലേനിയം ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് പട്ടിണിയും പോഷകാഹാര ദാരിദ്ര്യമില്ലായ്മയും ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളത്. അപ്പൊ അതിന് ഒരു പശ്ചാത്തലം ഒരുക്കണമെങ്കിൽ പാവപ്പെട്ടവരുടെ കയ്യിൽ പണം ചെല്ലണം. അങ്ങനെ പാവപ്പെട്ടവരുടെ കയ്യിൽ പണം ചെന്നാൽ അത് പുരുഷന്റെ കയ്യിലാണ് ചെല്ലുന്നതെങ്കിലോ
ആ പണം മുഴുവനും ഷാപ്പിലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ഭൂരിഭാഗവും ചെലവഴിച്ചു പോകും. മറിച്ച് അത് സ്ത്രീകളുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ലാസ്റ്റ് പൈസ വരെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകൾക്ക് മുൻഗണന നൽകിയത്. അതൊരു ഡിമാൻഡ് ഡ്രിവൺ പ്രോജക്റ്റ് ആണ്. അതായത് ആവശ്യക്കാർക്ക് തൊഴിൽ കൊടുക്കും. ഇപ്പൊ മുകേഷ് അംബാനി വന്ന് എനിക്കൊരു ദിവസം തൊഴിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിയും അന്ന് 180 രൂപയായിരുന്നു തുടക്കത്തിൽ ഇതിന്റെ കൂലി. 180 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യാം എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിയും ജോലി ചെയ്യണം. ബംഗാളിലൊക്കെ അന്ന് 60 രൂപയെ കൂലിയുള്ളൂ കേട്ടോ. അപ്പോഴാണ് 180 രൂപ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലി വെച്ചത്. എന്തിനാണ് അങ്ങനെ കൂലി വെച്ചത്? ഇന്ത്യയിലാകെ, അതായത് നിയമം കൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല. ഇന്ത്യയിലെ ഈ എന്താ പറയാ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന കൂലി, മിനിമം കൂലി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കിയത് 1972 തന്നെ ഉണ്ടാക്കിയ നിയമം കിടക്കുന്നുണ്ട്. പക്ഷെ ആ നിയമം ഒന്നും ആരും പാലിക്കില്ല. അപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് 180 രൂപ പിന്നെ ഫിക്സ് ചെയ്ത് കൂലി നിശ്ചയിച്ചു കഴിഞ്ഞാല് ഒരുപാട് പേര് ഈ 60 രൂപയും 100 രൂപയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സലാം ബോംബെ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടറിയാം. കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനൊക്കെ കിട്ടുന്ന കൂലി എത്ര തുച്ഛമായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ 180 രൂപ ഫിക്സ് ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് എന്തിനായിരുന്നു? തൊഴിലുറപ്പ് പദ്ധതിക്ക് 180 രൂപ ഫിക്സ് ചെയ്യുമ്പോൾ ഈ 100-100-ൽ താഴെയും ഒക്കെ വേതനം കൊടുക്കുന്ന തൊഴിലാളികളൊക്കെ ഇങ്ങോട്ട് വരും, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകും. അങ്ങനെ വരുമ്പോൾ തൊഴിൽ ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ ഏത് കമ്പനികളും ഏത് ഭൂവുടമകളും ശമ്പളം, കൂലി, ഡെയിലി കൂലി വർദ്ധിപ്പിക്കും. അതിനു വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 180 രൂപയിൽ ഫിക്സ് ചെയ്തത്. അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം എത്ര വട്ടം ആ കൂലി വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു. അതിനനുസരിച്ചാണ് ഇന്ത്യയുടെ കൂലി നിലവാരവും കുറേശ്ശെ പതുക്കെ ഉയർന്നു വരുന്നത്. ഇപ്പം 330 രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി. അതിനനുസരിച്ച് മിനിമം കൂലി 300-നടുത്ത് വരെയൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പോലെ ഒരിടത്തും ആയിട്ടില്ലെന്നേ ഉള്ളൂ. അത് കുറച്ച് കൂടുതലാണെന്ന് വെച്ചോളൂ. അപ്പൊ ഇങ്ങനെ ഉള്ള ഉദ്ദേശം, ബഹുമുഖ ഉദ്ദേശങ്ങളോടുകൂടി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക, കുടുംബങ്ങളെ എന്താ പറയുക ദാരിദ്ര്യമുക്തമാക്കുക, അവിടെ ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ ഉറപ്പാക്കാൻ മിനിമം വേതനം അവർക്ക് കിട്ടണം. അങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു, ഗ്രാമീണ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ ഡിമാൻഡ് ഡ്രിവൺ, അതായത് ആവശ്യപ്പെടുന്നവർക്ക് തൊഴിൽ കൊടുക്കുക ഗ്രാമങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദാനിയോ മുകേഷ് അംബാനിയോ ഗ്രാമത്തിൽ ചെന്ന് ഞങ്ങൾക്കും വേണം ജോലി എന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കണം. പുരുഷന്മാര് ചോദിച്ചാൽ അവർക്ക് നോ എന്ന് പറയാനൊക്കില്ല. അങ്ങനെ തുടങ്ങിയ ആ പദ്ധതിയാണ് ഇപ്പോ കീറി മുറിച്ച് അതിന് വേറെ പേരൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് മാത്രമൊന്നുമല്ല. നമ്മൾ ഒരു അത്യാവശ്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത ദിവസം പുറത്തു വന്ന വേൾഡ് ഇൻഇക്വാളിറ്റി ലാബിന്റെ റിപ്പോർട്ടുണ്ട്. വേൾഡ് ഇൻഇക്വാളിറ്റി ലാബിന്റെ റിപ്പോർട്ട് 2012-2025 പുറത്തുവിട്ടത്. അതായത് ഈ ഡിസംബർ മാസം 12-ാം തീയതി വേൾഡ് ലോക അസമത്വ ലാബ്, വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ് പുറത്തുവിട്ട റെക്കോർഡ് എന്ന് വെച്ചാൽ വെറും റെക്കോർഡല്ല, 200-ലധികം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ധനശാസ്ത്രജ്ഞരും സോഷ്യൽ സയന്റിസ്റ്റും കൂടി ചേർന്ന് രൂപകൽപ്പന ചെയ്ത, അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം, ആഗോള തലത്തിൽ നടത്തിയ പഠനങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെടുത്തിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ അത് ഈ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇന്ത്യയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തെ ഏറ്റവും കൂടുതൽ അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രത്യേകത കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താണത്? ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ജീവിക്കുന്ന രാജ്യം. എത്രയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ? 146,39,00,000 ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതും കഴിഞ്ഞ മെയിൽ വന്ന കണക്കാണ്. ഇപ്പം ഇത്രയും മാസങ്ങളുടെ ദൈർഘ്യം വന്നപ്പോഴേക്കും അത് 136 കോടി, പിന്നെ 39 ലക്ഷം എന്നുള്ളത് 147 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ടാകും. അത്രയും ജനസംഖ്യ, ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യയുള്ള രാജ്യം. എന്താണ് വേൾഡ് ഇൻഇക്വാളിറ്റി ലാബിന്റെ കണ്ടെത്തൽ? നമ്മളെ പേടിപ്പിക്കുന്നതാണ്. അതായത് ആകെയുള്ള സമ്പത്തിന്റെ
അതിസമ്പന്നരായ 1% കയ്യിലാണ് ആകെയുള്ള സമ്പത്തിന്റെ 40%. ഓർമ്മിക്കുക, ഞാൻ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാണ്. അതിസമ്പന്നരായ 1% കയ്യിലാണ് ആകെയുള്ള ഇന്ത്യയുടെ സമ്പത്തിന്റെ 40%. അത്ര രൂക്ഷമായ ഇൻകം ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്ന രാജ്യത്ത് എങ്ങനെ പാവപ്പെട്ടവർ, അതായത് പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ 50% പേര്, രാജ്യത്തെ പോപ്പുലേഷന്റെ 50% പേര്, ഞാൻ പറഞ്ഞല്ലോ 146 കോടി 39 ലക്ഷം. ആ 146 കോടി 39 ലക്ഷത്തിന്റെ 50% പേർ പങ്കിടുന്നത് നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ 15% മാത്രം. ഇത് ഈ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രശസ്തരും പ്രതിഭകളുമായ 200 പേർ ചേർന്നുണ്ടാക്കിയ റിപ്പോർട്ടാണെന്ന് ഓർക്കണം. ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിലാണ് 2005 അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹവും വളരെ എന്താ പറയുക, ഈ ഇന്ത്യയുടെ ക്ഷേമത്തിന് വേണ്ടി എത്രയെത്ര നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് എല്ലായ്പ്പോഴും സൗമ്യനായി തല കുമ്പിട്ട് നടന്ന ഒരു മാന്യദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ LDF, അതായത് അന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ പക്ഷക്കാരും ഗവൺമെന്റിനെ അനുകൂലിച്ച്, എനിക്ക് അറിഞ്ഞുകൂടാ BJP-കാരുടെ ആനുകൂല്യമല്ല ഞാൻ പറയുന്നത്, മറ്റ് പാർട്ടികൾ ഇടതുപക്ഷക്കാരും വലതോട് ചാഞ്ഞു നിൽക്കുന്നവരും എല്ലാവരും ചേർന്നാണ്, ഏകകണ്ഠേനയാണ് അന്ന് ഇതിന് വളരെ അനുകൂലമായ രീതിയിൽ LDF ഒക്കെ പാർലമെന്റിൽ സംസാരിച്ചതൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അതും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. മാത്രവുമല്ല, ഫോക്കസ് വനിതകൾക്ക് ജോലി കൊടുക്കുന്നതിലാണ്, ഗ്രാമീണ വനിതകൾക്ക്. എന്തുകൊണ്ട് ഗ്രാമീണ വനിതകൾക്ക്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കയ്യിൽ 1 രൂപ കിട്ടിയാൽ അത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ കുടുംബത്തിന് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയൂന്നാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അന്നും കൂലി നിശ്ചയിച്ചത് നിലവിലിരുന്ന ഇന്ത്യയിലെ കൂലിയേക്കാളൊക്കെ ഉയർന്ന കൂലി 180 രൂപയായിരുന്നു. അത് ഘട്ടം ഘട്ടമായി ഉയർന്ന് ഇപ്പൊ 330 രൂപയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഗവൺമെന്റിന് തോന്നുന്നത് ഇത് വലിച്ചു കീറി കളഞ്ഞിട്ട് ഈ പേരും മാറ്റി പുതിയൊരു പേരില് പുതിയൊരു പദ്ധതിയായിട്ട് ഇതിനെ മാറ്റണമെന്ന്. ഒരു പക്ഷേ കാലക്രമേണ ഇതും ഇതിനെ തമസ്കരിച്ച് ഇതിനെ എടുത്ത് കളഞ്ഞെന്നിരിക്കാം. ആ കളയുന്നതിന്റെ ആദ്യ പടിയായിരിക്കാം ഇങ്ങനെ. പക്ഷേ ഏത് ഗവൺമെന്റും, അതായത് ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഏത് ഗവൺമെന്റും അപ്പോഴുള്ള ഭൂരിപക്ഷം കണ്ട് കണ്ണ് മഞ്ഞളിക്കാൻ ഇട കൊടുക്കരുത്. കാരണം ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഉദയം ചെയ്യും. അവരുടെ ഉദകക്രിയ ചെയ്യാൻ വേണ്ടി ഉദയം ചെയ്യും. ആ പാർട്ടിയുടെ ഉദകക്രിയ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉദയം ചെയ്യുമെന്ന് വേണം വിശ്വസിക്കാൻ. അതാണ് ലോകത്തിന്റെ ചരിത്രം നമ്മളെ കാണിച്ചു തരുന്നത്. ജനദ്രോഹ പരിപാടികളിലൂടെ ഒരു കാരണവശാൽ ഒരു മതേതര രാഷ്ട്രം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ചുവടുവയ്പ്പുകളുമായി മുന്നോട്ട് പോകുന്ന ഏതൊരു ഗവൺമെന്റ് ഉണ്ടോ ആ ഗവൺമെന്റിനെ താഴെ ഇറക്കുവാൻ ശക്തരായവർ ഉണ്ടാകും എന്ന് ഓർത്തിരുന്ന് ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇവിടെ എന്താ അങ്ങനെ ഉള്ളത് എന്നല്ലേ ചോദിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേരെടുത്തു കളഞ്ഞു. മഹാത്മാഗാന്ധിയെ പണ്ടേ ഇഷ്ടമല്ല ഈ കൂട്ടർക്ക്. അതുകൊണ്ടാണല്ലോ നത്തുറാം ഗോഡ്സെ കൊണ്ട് അദ്ദേഹം വെടിയേറ്റ് മഹാത്മാഗാന്ധി മരിക്കുന്നത്. അപ്പൊ അങ്ങനെ മരിച്ച മഹാത്മാഗാന്ധി, അന്നേ അവർക്ക് മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ പുച്ഛമാണ്. അതല്ലാതെ ഒരു തരത്തിലും ആരാധനയോ ബഹുമാനമോ ഒന്നുമില്ല. അങ്ങനെയുള്ള മനുഷ്യന്റെ പേരിൽ എന്തിനാ ഇപ്പൊ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 2014 മുതൽ 24 കഴിഞ്ഞാൽ 10-11 വർഷമായിരിക്കുന്നു ഭരിക്കാൻ തുടങ്ങിയിട്ട്. എന്തിനാ ഇപ്പോഴും നമ്മൾ ഈ മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ഇട്ടിരിക്കുന്നത്? അത് കീറിപ്പറിച്ച് കളയരുതോ? അങ്ങനെ അങ്ങ് തീരുമാനിച്ചിട്ടാണ് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി എന്ത് തരത്തിലുള്ള പേരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇപ്പോ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ
ടു റീപ്ലേസ് ദ മഹാത്മാഗാന്ധി. ആ പേര് എങ്ങനെ നമ്മളൊന്ന് പറഞ്ഞൊപ്പിക്കും അല്ലേ? അതായത് വികസിത് ഭാരത്. ഇത് ഇപ്പൊ ഹിന്ദി പഠിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളും സംഹിതകളും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഹിന്ദി പഠിച്ചേ പറ്റൂ. അതായത് ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിക്കുന്ന മറ്റൊരു അജണ്ടയാണ് ഹിന്ദി അജണ്ട. അതുകൊണ്ടാണ് സർവ്വ ഇംഗ്ലീഷ് വാക്കുകളും വെട്ടിയിട്ട്, ഓർമ്മയുണ്ടല്ലോ ഏതാനും മാസം മുൻപ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ പറ്റി പുച്ഛം തോന്നുന്ന കാലം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോട്, നമ്മുടെ ആഭ്യന്തര മന്ത്രിയോട് പുച്ഛം തോന്നി. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തിലേക്ക് തുറന്നു പിടിക്കുന്ന വിൻഡോയാണ്. ഈ ഇംഗ്ലീഷ് ഭാഷ കൈവശമില്ലാത്തവർ എങ്ങനെയാണ് ലോക സാഹിത്യം, ലോകത്തെ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്? അതായത് ശരിക്കും ലോകത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന വിൻഡോ, ആ വിൻഡോ അജാഗരമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളവരെ നമുക്ക് ആഭ്യന്തരമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ഒക്കെ കിട്ടുക എന്നുള്ളത് തന്നെ വളരെ എന്താ പറയുക, നാണം കെട്ട പരിപാടിയാണെന്ന് പറയാതെ നിവൃത്തിയില്ല. അവരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടൊന്നും അല്ല. കാരണം പണ്ടത്തെ മഹർഷിമാർ ഡിഗ്രി എടുത്തല്ലായിരുന്നു വലിയ ചിന്തകരും വലിയ എഴുത്തുകാരും ഒക്കെ ആയി തീർന്നത്. പക്ഷെ അവരുടെ പക്ഷത്തേക്കല്ലല്ലോ ഇവരൊന്നും പോകുന്നത്. അവര് ചെയ്തതുപോലെയുള്ള കർമ്മങ്ങളല്ലല്ലോ ഇവര് ചെയ്യുന്നത്. അവരുടെ നാവിൽ നിന്ന് വരുമായിരുന്ന പദങ്ങളൊക്കെ എത്ര വിശിഷ്ടമായ പദങ്ങളായിരുന്നു. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന പദങ്ങളായിരുന്നില്ലേ, ചിന്തകളായിരുന്നില്ലേ? അതുപോലെയുള്ള ഒന്നും അല്ലല്ലോ ഇവരുടെ ഒന്നും ഉള്ളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടല്ലേ ഇംഗ്ലീഷ് അറിയാവുന്നവരെ പറ്റി പുച്ഛിക്കുന്ന കാലം വരും എന്നൊക്കെ ഒരു മഹാരഥൻ പറയേണ്ടി വരുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമായ, നമ്മുടെ ഇപ്പൊ നേരത്തെ ഇനീക്വാളിറ്റി ലാബ്, അസമത്വ ലാബിന്റെ പഠനം കാണിക്കുന്നത് പോലെ വലിയ തോതിൽ ഇനീക്വാളിറ്റി ഉള്ള ഇന്ത്യയെ എങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാം, ഞാനും നിങ്ങളും ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ടതാണ്. എങ്ങനെ ഇവിടുത്തെ പാപങ്ങളെ അവരുടെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് പതുക്കെ പൊടി തട്ടി എടുക്കാൻ പറ്റും, എങ്ങനെ? എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നതാണ് വയനാട്ടിലെ ആദിവാസികൾ. അവരുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് എന്നും സങ്കടം തോന്നാറുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞു പോകുമല്ലോ ദൈവമേ എന്ന് ഓർക്കാറുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാരണം എൻ്റെ ഏറ്റവും വലിയ മോഹമാണ് അവർക്ക് വേണ്ടി ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവുക, അവരെ സാധാരണക്കാരുടെ മെയിൻ സ്ട്രീം പോപ്പുലേഷനെ പോലെ ശക്തരാക്കി ആത്മവിശ്വാസമുള്ളവരാക്കി നമ്മുടെ കൂടെ ചേരുന്ന ഒരു കാലം കൊണ്ടുവരണമെന്ന് വലിയ തോതിൽ ആഗ്രഹിക്കുന്ന ഞാനാണ്. പക്ഷേ ഈ പാവപ്പെട്ട എനിക്ക് എൻ്റെ പെൻഷനും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരെ എങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഞാനാണ് പറയുന്നത്, ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് തരം പാരയുമായി വരുന്നവരെയും ഈശ്വരൻ തന്നെ ശിക്ഷിക്കും. കാരണം അത് ഈ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന കോടിക്കണക്കിന് പേരുടെ ശാപമാണ് അവരെ പിൻപറ്റുക. ആ ശാപത്തിന്റെ ഉഗ്രത കൊണ്ട് തന്നെ, കാഠിന്യം കൊണ്ട് തന്നെ അവരൊരു പാഠം പഠിച്ച് അവർ പിരിഞ്ഞു പോകും. അതായത് അവരുടെ ഭരണം ഒക്കെ വിട്ട്, ഭരണചക്രത്തിൽ നിന്നൊക്കെ അവർ വിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു കാലം വരുമെന്നത് അവർ ഓർത്തിരിക്കണം. എന്നിട്ട് വേണം ഇത്തരക്കാർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് അവർ മുൻപോട്ട് വരാനായിട്ട്. അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നോർക്കണം. തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ 90% ഫണ്ട്, അതായത് 2005 അത് കൊണ്ടുവരുമ്പോൾ, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അത് കൊണ്ടുവരുമ്പോൾ LDFും ഒക്കെ വളരെ ശക്തമായി അതിനു വേണ്ടി വാദിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു. അത് ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നു. അത് മാത്രവുമല്ല, 90% ഫണ്ട് കേന്ദ്രവും 10% ഫണ്ട് മാത്രം, അതായത് ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ അങ്ങേയറ്റം ആദരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഗവൺമെന്റുകളാണ് 2014 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് എന്ന് ഓർക്കണം. അതിനുശേഷമാണ് ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസിലൊക്കെ ഭയങ്കരമായിട്ട് കൈകടത്തലുകൾ നടത്തി സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിനെയൊക്കെ വെട്ടിച്ചുരുക്കുന്നു. അതായത് 68 സ്കീംസ് ഉണ്ടായിരുന്നതിനെ വെട്ടിച്ചുരുക്കി 28 അംബ്രല്ല സ്കീംസ് ആക്കി മാറ്റുന്നത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഈ പറയപ്പെട്ട സ്കീംസിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഷെയർ വർദ്ധിപ്പിച്ചത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അതേ സമയത്ത് അപ്പോൾ നമ്മൾ ഓർക്കണം, എല്ലാ തരത്തിലും ഫെഡറൽ സംവിധാനത്തിന് കത്തിവെക്കുന്ന പാരവെക്കുന്ന പരിപാടികളുമായിട്ട് ഗവൺമെന്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആ കൂട്ടത്തിലാണ് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിന്റെ കഴുത്ത് ഞെരിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവുമായിട്ട് ഗവൺമെന്റ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 90.10 എന്ന് പറയുമ്പോൾ 90% കേന്ദ്രവും 10% മാത്രം സംസ്ഥാനങ്ങളുമായിരുന്നു നടത്തിയിരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ 100 ദിനം തൊഴില് എന്നുള്ളതായിരുന്നു ഗ്യാരണ്ടി. അത് സംസ്ഥാന ഗവൺമെന്റുകളുടെ താല്പര്യം അനുസരിച്ച് കുറച്ച് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടാലും ആ ഫണ്ട് അതിന്റെ കണക്കുകൾ കൊടുക്കുന്നതിനനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ആ ഫണ്ട് കൂടി കിട്ടുമായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി സത്യത്തിൽ ഇന്ത്യയുടെ വരുമാന GDP-യുടെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെയുള്ള കണക്ക്, അതായത് 40%, 1% അനുഭവിക്കുന്ന ആ ഇന്ത്യയില് ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ, ചില കർമ്മങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാവപ്പെട്ടവർ അന്നം കഴിച്ച് മുന്നേറിക്കൊണ്ടിരുന്നത്. ആ പാവങ്ങൾക്ക് കത്തിവെക്കത്തക്ക രീതിയിൽ അപ്പൊ തൊഴിൽ ചെയ്യാൻ തയ്യാറുണ്ടോ? ശരി, തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം മിനിമം, അതിനേക്കാൾ കൂടുതൽ ആ സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ കൂടുതൽ ജോലി കിട്ടിയിരിക്കും. അപ്പൊ 365 ദിവസത്തിൽ ഒരു ദിവസം എങ്കിലും 180 രൂപ വീട്ടിൽ വരുന്നു. അപ്പൊ ഒരാഴ്ചയില് 2-3 ദിവസം എങ്കിലും വീട്ടില് 180 രൂപ വെച്ച് വരുന്നു വരുമാനം. അതിന്റെ ആഹാരമെങ്കിലും ആ വീട്ടിലുണ്ട്, അതിന്റെ ഉടുപ്പ് ആ വീട്ടിലുണ്ട്, അതിന്റെ വിദ്യാഭ്യാസം ആ വീട്ടിലുണ്ട് എന്ന് വേണം നമ്മൾ കാണാൻ. അങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഡിമാൻഡ് ഡ്രിവൺ, ജോലി ചെയ്യാൻ കഴിവുണ്ടോ ജോലി ചെയ്യാം, ആയിരുന്നു അവസ്ഥ. അതിൽ നിന്നാണ് ഇനി സപ്ലൈ ഡ്രിവൺ ആയിട്ട് ഇത് മാറാൻ പോകുന്നു. എന്ന് വെച്ചാല് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് വെട്ടി കുറച്ച് കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടി കുറച്ച് സംസ്ഥാനത്തിന്റെ ഷെയർ കൂട്ടി. അങ്ങനെ സംസ്ഥാനത്തിന്റെ ഷെയർ കൂട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ മിക്കവാറും സ്വന്തം ഫണ്ട് കണ്ടെത്തി ഈ 100 ദിവസം എന്നുള്ളത് 120, 125 ഒന്നും ആക്കാൻ പോവില്ല. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും കാണും അവരുടേതായ പ്രതിസന്ധികള്. കാരണം വലിയ ഭാഗം വരുമാനത്തിന്റെ വലിയ ഭാഗം ഡയറക്റ്റ് ടാക്സസ് എല്ലാം കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ നോംസ് അനുസരിച്ചുള്ളത് മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുക. അപ്പൊ പൂവർ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന് വെച്ചാല് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനൊക്കെ കൂടുതൽ കിട്ടും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ താരതമ്യേന റിച്ച് സംസ്ഥാനങ്ങളാണ്. ആ റിച്ച് ആയത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കഴിവുകൊണ്ടല്ല, ഈ സംസ്ഥാനങ്ങളുടെ കഴിവുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ റിച്ച് ആയത്. അതിനും അവർക്കൊരു ശിക്ഷ കൊടുക്കുന്നത് പോലെയാണ് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ വഴി ഡയറക്റ്റ് ടാക്സസിനെ സംസ്ഥാനങ്ങൾക്ക് പങ്കിടുമ്പോഴും ഈ പറയപ്പെട്ട വിവേചനം റിച്ച് സംസ്ഥാനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. റിച്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ദേശീയ വരുമാനം കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ അത് ഷെയർ ചെയ്യുമ്പോൾ റിച്ച് സംസ്ഥാനങ്ങൾക്കാണ് കുറവ് കിട്ടുന്നത്. ആ അവസ്ഥയൊക്കെയാണ് നിലവിലിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇത് സപ്ലൈ ഡ്രിവൺ ആയി, അതായത് ഡിമാൻഡ് ഡ്രിവൺ ആയിരുന്ന ഒരു സ്കീം സപ്ലൈ ഡ്രിവൺ, അതായത് കൊടുക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. അതായത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും, ഇഷ്ടമുള്ള അത്ര കൊടുക്കും. ഇനി കേന്ദ്രമാണ് എപ്പോ കൊടുക്കണേ, ആർക്ക് കൊടുക്കണേ, എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കേന്ദ്രത്തിന് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ദിവസം പണി കൊടുക്കാം, അതുപോലെ ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കുറച്ച് ദിവസം മാത്രം കൊടുക്കാം. പക്ഷെ അതിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് പറയാതെ പറ്റില്ല. അതായത് ഈ കേരളത്തിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സമയമില്ല. അത് കാരണം അവരെന്താ ചെയ്യുക, പറമ്പുള്ളത് സാധാരണ പണക്കാർക്കാണ് കേരളത്തില്, അല്ലാത്തവർക്കൊക്കെ 2-3 സെന്റ് ഭൂമി വീടും മാത്രമേ കാണുള്ളൂ, ഒരു കൊച്ചു വീടും. അപ്പൊ ഇവിടെ പണമുള്ളവർക്കാണ് കുറച്ച് റബ്ബർ എസ്റ്റേറ്റോ അല്ലെങ്കിൽ തെങ്ങും തോപ്പോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വസ്തുവകകളൊക്കെ ഉള്ളത്, വയലും ഒക്കെ ഉള്ളത്. അത്തരക്കാരുടെ പറമ്പ് കിളയ്ക്കാനോ ഒക്കെയാണ്, റോഡ് കിളയ്ക്കാനും ഒക്കെയാണ് ഇവരുടെ തൊഴിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓർക്കണം, 90% കേന്ദ്രത്തിന്റെ ഫണ്ടും 10% സംസ്ഥാനത്തിന്റെ ഫണ്ടും ഉപയോഗിച്ച് പണക്കാരുടെ പറമ്പ് കിളയ്ക്കാനാണോ വിടേണ്ടത്? അല്ല. അതിനേക്കാൾ എത്രയോ നല്ല, ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ബജറ്റിലേക്കൊക്കെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളില് അതിന് പകരമുള്ള സ്കീംസ് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അതൊന്നും ഗവൺമെന്റ് കയ്യിൽ കണക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിന് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം, അതായത് സപ്ലൈ ഏതിനൊക്കെ തരും, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതൊക്കെ തൊഴിലുകൾ വരണം, പണമുള്ളവന്റെ പറമ്പ് കളിക്കാൻ തീർച്ചയായിട്ടും കേന്ദ്രം അനുവദിക്കില്ല, അത് നല്ലതാണ്. അപ്പം ഏതൊക്കെ സ്കീംസിനാണ് ഫണ്ട് തരിക, എന്തുമാത്രം ഫണ്ടാണ് ഓരോ സ്കീമിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു നിജസ്ഥിതി വരുന്നതും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ പോലും 60% ഫണ്ട് കേന്ദ്രവും 40% ഫണ്ട് സംസ്ഥാനവുമാണ് എടുക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിന് ഒരു സേ ഉണ്ട് അതിനകത്ത്.
എവിടെ എന്തൊക്കെ ചെയ്യണം, ചെയ്യിക്കണം. പിന്നെ സംസ്ഥാനത്തിന് വേറെ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ആ പ്രയോറിറ്റി വളരെ നല്ലതാണ് എങ്കിൽ അതും പ്രകടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പക്ഷെ എനിക്കറിയാം, CAG-യുടെ എന്താണ് അഡ്വൈസറി ബോർഡിൽ മെമ്പറായിരുന്ന കാലത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ CAG-യിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അവർ വഴിയായിട്ട് അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ എത്തിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ എന്തെങ്കിലും ഇമ്പാക്ട് ഇതിനകത്തുണ്ടോ, ഇങ്ങനെ കൊണ്ട്, അതായത് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു സേ ഉണ്ടാവുക. ആ സേ ഉണ്ടാകുന്നതിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യം കൂടി കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന താല്പര്യങ്ങൾ, അതില് എങ്ങനെ ഈ ഫണ്ട് കൃത്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കണം എന്ന ഒരു തീരുമാനമാണ് കേന്ദ്രം പറയുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിന്റെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. നമുക്കപ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിന്റെ മുഖം ചായ മാറുന്നു. അത് തൊഴിലാളി വിരുദ്ധമാകുമോ, ദാരിദ്ര്യ വിരുദ്ധമാകുമോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഏതായാലും വിശദാംശങ്ങളെല്ലാം പുറത്തു വരട്ടെ. അങ്ങനെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഒന്നുകൂടി അവലോകനം ചെയ്യണം. അവലോകനം ചെയ്ത് അതിന്റെ നന്മ തിന്മകൾ അറിഞ്ഞ് നമുക്ക് ഫിനാൻസ് മിനിസ്റ്റർക്കൊക്കെ അതേപറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അങ്ങനെ അത് ചെയ്യാനും പറ്റും. അപ്പോ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഈ മാറ്റം നന്മയിലേക്കാകണം. ഒരു കാരണവശാലും ഇതില്ലാതെ ആകരുത്. പേരിലെ മാറ്റം, അതായത് മഹാത്മാഗാന്ധിയുടെ വില്ലേജ് സ്വരാജ്, മഹാത്മാഗാന്ധിയുടെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അദ്ദേഹം അതിന്റെ 250 പേജില് മൈ റാം ഡസ് നോട്ട് മീൻ റൂൾ ബൈ ഹിന്ദുസ്, രാമന്റെ ജാതി ഇന്ത്യ ഭരിക്കണം എന്നല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. രാമൻ ദൈവമാണ്, അങ്ങനെ ആ ലോകം മുഴുവനും ഈശ്വരന്റെ വഴിയെ പോകണം എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ആ ഗ്രന്ഥത്തിൽ 250 പേജിൽ പറയുന്നുണ്ട്. വില്ലേജ് സ്വരാജ് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു നോക്കുക. അതുമല്ലെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ മഹാത്മാഗാന്ധി എന്താണ് രാമനെ കൊണ്ട് ഉദ്ദേശിച്ചത്? റാം 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 എന്ന് അദ്ദേഹം എപ്പോഴും ചൊല്ലുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ആ 250 പേജിൽ വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് അദ്ദേഹം എഴുതിയിട്ടേ ഉള്ളൂ. ഞാൻ അതിന്റെ അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ, മഹാത്മാഗാന്ധിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഇന്ത്യയോ മഹാത്മാഗാന്ധി അറിയുന്ന ആരും അത് അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം ദരിദ്രന്റെ കൂടെയായിരുന്നു. ദരിദ്രർക്ക് വേണ്ടി ആ വില്ലേജ് സ്വരാജ് എടുത്ത് നോക്കിയാൽ അറിയാം. അദ്ദേഹം ഇതുപോലെ അമ്പരചുംബികളായ 10-20 നിലയുള്ള കെട്ടിടങ്ങൾ പൊട്ടിക്കെട്ടിപ്പോക്കുന്നതിനെ പറ്റിയോ, രാം ടെമ്പിളിന് വേണ്ടി ചെലവഴിച്ച കോടികൾ, ആ കോടികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം മുഴുവൻ തുടച്ചു നീക്കാമായിരുന്നു. അതിപ്പോ ഇവിടെയുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വലിയ വലിയ ശൃംഖലകൾ കെട്ടിപ്പൊക്കി കോടാനുകോടികൾ ചെലവഴിക്കുമ്പോൾ അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഏത് റിലിജൻ ആണെങ്കിലും ഉപയോഗിക്കണം. അപ്പോഴാണ് ലോകത്ത് ദാരിദ്ര്യം ഇല്ലാതെയാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ പറയപ്പെട്ട നമ്മൾ ഗാസ ഇസ്രയേൽ വാർ പോലെ തീവ്രവാദം ഉടലെടുക്കുന്നത് പട്ടിണിയിൽ നിന്നാണെന്ന് നമ്മൾ ഓർക്കണം. ഏതെങ്കിലും തീവ്രവാദ മൈൻഡ് ഉള്ളവൻ സാധാരണക്കാരെ പിടിച്ച് അവരുടെ തോക്കുകൾ കൊടുത്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ സ്വയം മരണം വരിക്കാൻ തയ്യാറായിട്ടുള്ള ചാവേറുകളായിട്ട് വിടുന്നത് ദാരിദ്ര്യത്തിന്റെ മുക്തിക്ക് വേണ്ടിയാണ്. നിനക്ക് ഇത്ര ലക്ഷങ്ങൾ കൂലി തരാം എന്നൊക്കെ പറയുമ്പോൾ അത് കുടുംബത്തിന് വാങ്ങി കൊടുത്തിട്ട് സ്വയം ചാവേറായി പോകുന്നവരാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ് നമ്മൾ ചാപ്പ കുത്തുന്നവരൊക്കെ തന്നെ. അപ്പൊ അതിന്റെ ഒക്കെ പുറകിലുള്ളത് മതത്തിന്റെ ഈശ്വരൻ വിചാരിക്കാത്ത മ്ലേച്ഛതയാണ്. എല്ലാ മതങ്ങളിലും മ്ലേച്ഛത തളം കെട്ടി കിടക്കുകയാണ്. ആ മതങ്ങളിലെ മ്ലേച്ഛത കളയാൻ പറ്റണമെങ്കിൽ മതങ്ങൾ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വലിയ ദന്തഗോപുരങ്ങൾ പണിയാതെ, മണിമേടകൾ പണിയാതെ, അമ്പലങ്ങളും പള്ളിമേടകളും പണിയാതെ ദരിദ്രരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴാണ്
ദൈവത്തിന് മനുഷ്യവർഗത്തോട്, തന്റെ സൃഷ്ടിയോട് ഉള്ള ആ സ്നേഹം അവരിൽ നിന്ന് തിരിച്ച് കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ.